ഈ ലോകത്തിൻ്റെ അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ അവിടെ സാത്താൻ കാണും. നമ്മൾ ശുദ്ധി പ്രാപിച്ചിരിക്കുമ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ പറ്റത്തില്ല. പിന്നെ അവൻ അറിഞ്ഞുകൊണ്ട് ചില ലോകത്തിൻ്റെ നന്മയും അഴുക്കും ഒക്കെ അങ്ങോട്ട് നമ്മുടെ ദേഹത്ത് അങ്ങോട്ട് ഇടും. എന്ത് നന്മ കർത്താവ് തന്നാലും അത് നമ്മൾ ബോധർ ചെയ്യല്ല, അത് വരുക പോവുക, അതിലോട്ട് മനസ്സ് വെക്കലെന്നാണ് ബൈബിൾ പറയുന്നത്. നിൻ്റെ ഹൃദയം അതിലേക്ക് ഹൃദയം എവിടെ സെറ്റ് ചെയ്തേ? ഹൃദയം നമ്മൾ ഓടി കൊടുത്തല്ലോ. രക്ഷിക്കപ്പെട്ട സമയത്ത് വി ഗേവ് അപ്പ് എ ഹാർട്ട്. നമ്മൾ ഹൃദയം കൊടുത്തു. ആർക്കാ കൊടുത്ത? യേശുവിന് കൊടുത്തു. സ്തോത്രം. നമ്മുടെ മണവാളന് കൊടുത്തു. സ്തോത്രം. അവിടെ ഹൃദയം പിന്നെയും ഇവിടെ വെക്കുമ്പോൾ, അപ്പോൾ ഈ ലോകത്തിൻ്റെ അഴുക്ക് പ്രവേശിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മൾ ഈ കഴുകുന്ന, നമ്മൾക്ക് അത്യാവശ്യം വൃത്തിയാക്കുന്നവരാണല്ലോ. നമ്മുടെ ബാത്റൂം കഴുകും, നമ്മുടെ മുറി കഴുകും. ഇനി മുറി ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, ഒരു ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, കുറച്ച് നാൾ ഈ ബെഡ്ഷീറ്റ് കഴുകിയില്ലെങ്കിൽ എന്തുണ്ടാവും? നാറ്റം ഉണ്ടാകും. അത് കഴിഞ്ഞ് എന്തോ അതിൻ്റെ അകത്ത് കയറും, മൂട്ടയും കയറും, എല്ലാം കയറും. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഹാർപ്പിക്കൊക്കെ ഇടുന്നത് എന്തിനാ? ഈ പായൽ പോലെ നിങ്ങൾക്ക് കാണാം. നമ്മളൊന്നും പുതിയൊരു കമ്മോഡ് അങ്ങ് വാങ്ങിച്ചെന്ന് വിചാരിച്ചു, അത് ഒരാഴ്ച ഉപയോഗിച്ചു, 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ പതുക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് എന്തുണ്ടാവും? അഴുക്കുണ്ടാവും. ഈ അഴുക്കുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു നാറ്റം ഉണ്ടാവും. ഏതൊരു വിഷയം കഴുകിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ അഴുക്കുണ്ടാവും, ഇൻഫെക്ഷൻ വരും, അവിടെ പുഴു നടക്കുന്ന കാണാം. ഈ ബാത്റൂം ടൈൽസിലൊക്കെ കുറച്ച് നാൾ കഴുകാതിരുന്നാൽ പായൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എന്ത് നടക്കുന്ന കാണാം? ഒരു സൈസ് കൊച്ചു വേംസ് പോലും പുഴുകൾ നടക്കുന്ന കണ്ണുകൊണ്ട് കാണാം. ബാക്കി ബാക്ടീരിയ കണ്ണുകൊണ്ട് കാണുന്നില്ല, നമ്മൾ നാറ്റം വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, പായൽ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഈ ഹാർപ്പിക്ക് പോലുള്ള സ്ട്രോങ് ആസിഡ് ഉള്ള വാഷ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് അങ്ങോട്ട് ഇടുമ്പോൾ എന്തുവാണ് സംഭവിക്കുന്നത്? ഈ ബാക്ടീരിയ എല്ലാം, ചതിക്കുട്ടി പിശാചുകളെല്ലാം എന്ത് ചെയ്യും? ഈ നാറ്റമുണ്ടാക്കുന്ന, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന, രോഗമുണ്ടാക്കുന്ന പിശാചുകളെല്ലാം ചത്തുപോകും. അതിന് ഇരിക്കുവാൻ സ്ഥലമില്ല. പഴയതിനേക്കാൾ ഇപ്പോൾ നമ്മൾ 25 വർഷം പഴക്കമുള്ള കമോഡാണെങ്കിലും ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച പോലെ അതെന്തായിത്തീരും? പുത്തനായിത്തീരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അഴുക്കുള്ളിടത്ത് സാത്താൻ കയറിയിരിക്കും, അഴുക്കുള്ളിടത്ത് സാത്താൻ വാഴും. ആ ഹൃദയത്തിൽ സാത്താൻ പല കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യും. പിന്നെ നമ്മുടെ ഫോക്കസ് മുഴുവൻ ലോകം ലോകം ലോകം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടാലും 2 അടി നമുക്ക് ബാലശിക്ഷ ദൈവം നമുക്ക് തന്നാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. കാര്യം ഹൃദയത്തിൽ മുഴുവൻ ഈ ലോകത്തിൻ്റെ പല അഴുക്കായിരിക്കുന്നു. അഴുക്കെന്ന് പറഞ്ഞാൽ നമ്മളതിനെ അഴുക്കെന്ന് പറയുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്ന ദ ഫിൽത്തിനെസ് ഓഫ് ദിസ് വേൾഡ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഈ ശ്രേഷ്ഠത, ലോകത്തെ സ്നേഹിക്കുവാൻ ഇതിൻ്റെ മോഹം എല്ലാം നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും. അപ്പം യേശു നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ സാത്താന് അവിടെ ഇടമില്ല.